കോഴിക്കോട് ബീച്ചിലെത്തിയപ്പോൾ കോഴിക്കോട് ബീച്ചിലെ തട്ടുകടയിലുണ്ട് നല്ല ചൂടുള്ള പത്തിരിയും പഴംപൊരിയും അങ്ങനെ വേണ്ട സകല സാധനങ്ങളും വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ കയറിയിട്ട് ഒരു ചായയും ഒരു പത്തിരിയും ഉള്ളിവടയൊക്കെ കഴിച്ചു. കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഒരുപാട് കാക്കകൾ വന്ന് എൻ്റെ ചുറ്റിലും വന്നു. ഒരുപാട് കാക്കകൾ ചുറ്റിലും വന്നിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി അവർക്കും വിശക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ വാങ്ങിയ പത്തിരിയിൽ നിന്ന് ഒരുപാട് കഷ്ണങ്ങളാക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അത് ആ കാക്കകൾക്കൊക്കെ കൊടുത്തു. അവർ നല്ല സന്തോഷത്തോടു കൂടി പറന്ന് പിടിക്കുന്നു, നിലത്തേക്ക് വീഴുന്നത് നിലത്തു നിന്ന് എടുക്കുന്നു, മേളിലേക്ക് എറിയുന്നത് മേളിൽ നിന്ന് എടുത്ത് കഴിക്കുന്നു. അങ്ങനെ ഞാനത് കണ്ട് ഒരുപാട് സന്തോഷത്തോടു കൂടി ഞാൻ വാങ്ങിയ പത്തിരിയും അതുപോലെ തന്നെ ഉള്ളിവടയും ഒക്കെ ഞാൻ അവർക്ക് കൊടുത്തു. എന്നിട്ട് ഞാൻ ചായയും ഒരു ചെറിയ കഷ്ണം പത്തിരിയും ഒരു ചെറിയ കഷ്ണം ഉള്ളിവടയും കഴിച്ചു. ബാക്കിയെല്ലാം ഞാൻ കാക്കകൾക്ക് കൊടുത്തു. അവരെല്ലാം സന്തോഷത്തോടു കൂടി എല്ലാം കഴിച്ചു. ഞാൻ അവസാനം കാക്കകൾക്ക് കൊടുത്ത് എല്ലാം കൊടുത്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ചായ ചൂടാറിയിട്ടുണ്ടായിരുന്നു. ആ ചൂടാറിയ ചായയും വലിച്ചു കുടിച്ച് ക്യാഷും കൊടുത്തിട്ട് ഞാൻ നേരെ ബീച്ചിലേക്ക് അങ്ങോട്ട് നടന്നു. ഇതേ കണ്ടില്ലേ, മുകളിൽ പോയിട്ടൊക്കെയാണ് അവർ ഞാൻ ഇട്ട് കൊടുക്കുന്ന ആ പത്തിരിയും ഉള്ളിവടയൊക്കെ എടുക്കുന്നത്. കറക്റ്റ് ക്യാച്ച് ചെയ്യാൻ ഇവർക്ക് നല്ല കഴിവുണ്ട് കേട്ടോ ഈ കാക്കകൾക്ക്. കാക്കകൾക്ക് ഭക്ഷണം പാറ്റകൾക്ക് ഭക്ഷണം കൊടുത്തപ്പോൾ എനിക്ക് മനസ്സിന് വളരെ സന്തോഷമായി. അത് കണ്ട് എൻ്റെ വയറും നിറഞ്ഞു, എൻ്റെ മനസ്സും നിറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എങ്ങനെ പോയാലും നമ്മൾ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ നിഴൽ മാത്രമേ നമ്മൾ കൂടെ ഉണ്ടാവൂ എന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഞാൻ ഫോണും കൊണ്ട് ഇങ്ങനെ കടൽക്കരയിലേക്ക് ഇങ്ങനെ പോയി. ആ പോയ സമയത്താണ് ഒരുപാട് ഇപ്പോഴൊക്കെ ഈ തട്ടുകടയും ഈ ഉന്തുവണ്ടിയൊക്കെ ഇവിടെ ഒരുപാടെണ്ണം കൂടിയിട്ടുണ്ട്. ആയത്തെ പോലെ നല്ല ഒരുപാടെണ്ണം പെരുകി വന്നിട്ടുണ്ട്. കുറച്ച് സമയം ഞാൻ കടൽക്കരയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് കടലിന് ഇന്ന് കുറച്ച് ഇളക്കം കൂടുതലുണ്ട്, ഭയങ്കര വലിയ തിരകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഒരുപാട് സമയം ഞാൻ അവിടെ നിന്നു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഒന്ന് മുണ്ടൊക്കെ മടക്കുത്തിയിട്ട് ഒന്ന് സ്റ്റൈൽ മണ്ണനായിട്ട് ഞാനും ഒന്ന് ഈ വീഡിയോൻ്റെ കൂടെ നിന്നാലോ എന്ന്. അങ്ങനെ ഞാനത് ഫോണൊക്കെ ഒരു സൈഡിൽ വെച്ചിട്ട് ഓണാക്കി സൈഡിൽ വെച്ചിട്ട് ഞാൻ മുണ്ടൊക്കെ മടക്കുത്തിയിട്ട് അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചരിഞ്ഞും നിവർന്നൊക്കെ നിന്ന് നോക്കി. എനിക്കറിയണല്ലോ ഞാൻ എങ്ങനെ ഉണ്ടെന്നോ, സ്റ്റൈൽ മന്നനാണോ അല്ലയോ എന്ന് അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ വീണ്ടും ഞാൻ കടലിലേക്കൊക്കെ തിരകളിങ്ങനെ ഉയരം കൂടി വരിക. അപ്പോൾ അത് ഒന്നുകൂടെ ഞാൻ ഇതിലേക്ക് അങ്ങ് പകർത്തി. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. സന്തോഷം സന്തോഷം സന്തോഷം.